ഇപ്പോൾ ഇത് ആരുടെ മുന്നിലും തുറക്കുന്നില്ല. ആദ്യം ഈ മാല പൂജാമുറിയിൽ പൂജയ്ക്ക് വെക്കണം. പൂജയ്ക്ക് ശേഷം മാല പാർവതി അണിയിക്കും. അപ്പോ എല്ലാവർക്കും കാണാം. രാധിക, നീ ഇത് നമ്മുടെ ആഭരണപ്പെട്ടിയിലേക്ക് മാറ്റണം. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഇത് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാം. ശരി അമ്മ. എടാ, ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നീ ഇതുവരെ റെഡിയായില്ലേ? ഇല്ല, ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. പാർവതിയോ? അവള് റെഡി ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ റെഡിയായി വാ. അപ്പോഴേക്കും മാല പൂജയ്ക്ക് വെച്ചിട്ട് എടുക്കാം. ശരി അച്ഛമ്മേ. രാധികെ, വാ, നമുക്ക് ഈ മാല പൂജയ്ക്ക് വെക്കാം. വാ വാ. വാ പോവാം. ഇത് കുറച്ച് കൂടിപ്പോയില്ലേ ഗാർഗി? ആര് പറഞ്ഞു? ഒട്ടും കൂടുതലല്ല, ഇത്രയൊക്കെ വേണം. പാർവതി ഇപ്പോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സണാ. ഒരു ചെയർപേഴ്സണ് ഇത്രയൊക്കെ ആവും. എനിക്ക് അധികം സ്വർണ്ണാഭരണങ്ങളൊന്നും അണിയുന്നത് ഇഷ്ടമല്ല ഗാർഗി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്വർണ്ണമൊക്കെ അണിഞ്ഞേ മതിയാവും. എന്നാലേ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ ഒരു ഗുമ്മുണ്ടാവും. ഗാർഗി പറയുന്ന കേൾക്കുന്നതാ നല്ലത്. കുറച്ച് സ്റ്റൈലൊക്കെ വേണം. ഫോട്ടോയിൽ തിളങ്ങി നിൽക്കണ്ടേ? ഓ, ഉത്തരവ്. ഇതെല്ലാം ഞാൻ അണിഞ്ഞോളാമേ. പാർവതി, നീ ഇതുവരെ റെഡി ആയില്ലേ? ദേ, അവിടെ ഫോട്ടോഗ്രാഫർ വരാനുള്ള നേരമായി. അയ്യോ, ഇതെന്തൊരൊരുക്കമായി നടത്തുന്നേ? എന്താ ഇവിടെ നിന്റെ രണ്ടാം കല്യാണം വല്ലതും നടത്താൻ പോകുന്നുണ്ടോ? കല്യാണ പെണ്ണ് ഒരുങ്ങുന്ന പോലെയാണല്ലോ നിന്റെ ഒരുക്കം. എടി, നീ എത്രയൊക്കെ അണിഞ്ഞൊരുങ്ങിയാലും നീ എന്നും കുഗ്രാമത്തിലെ പെണ്ണ് തന്നെ ആയിരിക്കും. സുശീലാന്റി, നിർത്ത്. നിങ്ങൾ എന്തിനാ ഒരു കാരണമില്ലാതെ പാർവതി ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഈ സ്വഭാവം തീരെ ശരിയല്ല. പാർവതിയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത് ആന്റി നിർത്തണം. ഓ, ഇനി നിന്റെ ഒരു ഉപദേശം കേൾക്കാത്തതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഓ, എടി, നീ ഇങ്ങനെ കോലം കെട്ടിയെന്ന് കരുതി ചെയർപേഴ്സന്റെ അന്തസ്സൊന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ആന്റി, പോടി. ഒരു ചെയർപേഴ്സൺ നിൽക്കുന്ന കണ്ടില്ലേ? ചെയർപേഴ്സൺ. എടി, അമേരിക്കക്കാരിയെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നോ? സൂപ്പർ. വാ മോളെ, വാ.
ഇനി ഫോട്ടോഷൂട്ടിന്റെ നേരത്ത് നമുക്ക് ഈ മണിചന്ദ്രമാല എടുക്കാം. അത് പോരെ അമ്മേ? അതെ, അത് മതി. അത്രയും സമയം ആ മാല അവിടെ തന്നെ ഇരിക്കട്ടെ. കുറെ നാളായി ആരും ഉപയോഗിക്കാതെ ലോക്കറിലല്ലേ മണിചന്ദ്രമാല വെച്ചിരുന്നത്. ശരിക്കും അങ്ങനെ വെക്കാനുള്ളതല്ല ഈ മാല. ഇത് വെറും സാധാരണ മാലയല്ല. ഐശ്വര്യദേവി ഈ മാലയിൽ കുടികൊള്ളുന്നു എന്നാ വിശ്വാസം. ഇത് വീട്ടിലുണ്ടെങ്കിലേ അവിടെ ഐശ്വര്യം കുന്നുകൂടുമെന്നാ പറയുന്നേ. ഞങ്ങളുടെ അനുഭവം അത് തന്നെ. പണ്ട് കാലത്ത് മുത്തശ്ശിമാരെ ഇത് നിത്യവും വിളക്കിന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ ഞാനും അത് ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോ ഈ മാല വീട്ടിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. 3 കോടി രൂപ വില വരുന്ന മുതലല്ലേ ഇത്. മൂന്ന് കോടിയുടെ ഈ മാല മനസമാധാനത്തോടെ എങ്ങനെ ഈ വീട്ടിൽ സൂക്ഷിക്കും? അപ്പൊ പിന്നെ ലോക്കറിൽ വെച്ച് തന്നെയല്ലേ മതിയാവൂ. കാലം അതായി പോയില്ലേ. സാരമില്ല, എന്നും പൂജാമുറിയിൽ വെച്ച് പൂജിക്കാൻ പറ്റിയില്ലെങ്കിലും സാധിക്കുന്ന സമയത്ത് നമുക്ക് ഈശ്വരന്റെ മുന്നിൽ വയ്ക്കാം. അതുകൊണ്ട് ഫോട്ടോഷൂട്ടിന്റെ അന്ന് വരെ ഈ മാല ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഏതായാലും ആരും ഇവിടെ വന്ന് ഇത് മോഷ്ടിക്കാൻ പോകുന്നില്ലല്ലോ. ഈ മാല പാർവതിയാണ് അണിയുന്നതെന്ന് പറഞ്ഞപ്പോ പ്രഭാവതി എന്ത് പറഞ്ഞു? പ്രഭാവതിക്കത് താല്പര്യം തന്നെ ആയിരുന്നോ? അവളൊന്നും പറഞ്ഞില്ല. കമ്പനിയുടെ ഭരണത്തിലുണ്ടായ മാറ്റത്തില് അവളിത്തിരി എതിർപ്പ് പ്രകടിപ്പിച്ചു. കമ്പനിയുടെ റൂൾസ് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തിയപ്പോ പിന്നെ അവളൊന്നും മിണ്ടിയില്ല. എന്തായാലും പാർവതി ഭാഗ്യമുള്ള കുട്ടിയാ. ശരിക്കും ഐശ്വര്യദേവിയെ പോലെ തന്നെയാ. അതുകൊണ്ട് തന്നെ ഈ മാല അണിയാൻ എന്തുകൊണ്ടും യോഗ്യത പാർവതിക്ക് തന്നെ. പാർവതിക്ക് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാ മണിചന്ദ്രമാല പാർവതിക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഒന്നിനോടും അമിതാവേശം ഇല്ലാത്തത് അവളുടെ നല്ല മനസ്സ് കാരണമാ. അതുകൊണ്ടാ അവക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നത്. അമ്മ നോക്കിക്കോ, മണിചന്ദ്രമാല അണിയുന്നതിന് ശേഷം പാർവതിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അത് നീ പറഞ്ഞത് ശരിയാ. ഈ മാല എപ്പോഴൊക്കെ ആരൊക്കെ അണിഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർക്ക് ഉയർച്ചകളും ഉണ്ടായിട്ടുണ്ട്. വാ മോളെ, പോവാ. ചേച്ചി, എന്താടാ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയോ? ഏയ് തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ അതിലും വലിയ സംഗതികൾ അവിടെ നടക്കുന്നേ. അതെന്താ അത്ര വലിയൊരു സംഗതി? ചേച്ചി, മണിചന്ദ്രമാല എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഉം. അത് പഴയ മോഡലുള്ള വില കൂടിയ ഒരു മാലയാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണ്, ഐറ്റം വെരി കോസ്റ്റ്ലി ആണ്. അങ്ങനൊരു മാല ഈ വീട്ടിലുണ്ട്. ഇവിടെ മണിചന്ദ്രമാലയോ? ഉണ്ട് ചേച്ചി. നീ അതെങ്ങനെ അറിഞ്ഞു? ചേച്ചി, ഈ മണിചന്ദ്രമാല ഇവിടെ പാരമ്പര്യമായിട്ട് കൈമാറി വന്നൊരു മാലയാ. ഓരോരോ തലമുറയായി കൈമാറി കൈമാറി അവസാനം അത് ഗായത്രി ദേവിയിൽ എത്തിച്ചേർന്നു. ഇന്ന് പാർവതിക്കത് കൈമാറും. പാർവതി ഇന്ന് ഫോട്ടോഷൂട്ടിന് നിൽക്കുന്നത് ആ മാല ധരിച്ചിട്ടായിരിക്കും. എടാ, ഈ വിവരങ്ങളൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ചേച്ചി, ഈ പ്രസ്തുത മാല പാർവതിക്ക് കൊടുക്കുന്നതിന് മുമ്പ് വിജയമ്മയും രാധികയും കൂടെ ആ മാല പൂജാമുറിയിൽ പൂജയ്ക്ക് വെച്ചിരിക്കുക. അവരതവിടെ വെക്കുന്ന നേരത്താ ഇതൊക്കെ സംസാരിച്ചതും ഞാനത് മറിഞ്ഞെന്ന് കേട്ടതും. ചേച്ചി, ശരിക്കും ഈ മാല ആർക്കാ കിട്ടേണ്ടത്? പാരമ്പര്യമായിട്ട് കൈമാറുന്ന രീതിയാണെങ്കിൽ അത് കിട്ടേണ്ടത് ചേച്ചിക്കല്ലേ? ഗായത്രി ദേവിയുടെ സ്ഥാനത്ത് ഇപ്പൊ ചേച്ചിയല്ലേ ഉള്ളത്? പ്രതാപ, അവരിപ്പോ ആ മാല പാർവതിക്കോ പങ്കജാക്ഷിക്കോ കൊടുത്തോട്ടെ. ആർക്ക് കൊടുത്താലും
ഒടുവിൽ അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കൈവശം തന്നെ എത്തും. അല്ലാതെ എവിടെ പോവാനാ? എന്റെ ചേച്ചി, ചേച്ചിക്ക് മാലയുടെ വില എത്രയെന്നറിയോ? അപ്പൊ അതിന്റെ വില നീ അറിഞ്ഞോ? ഞാനെല്ലാം അറിഞ്ഞു. അതിന്റെ വില 3 കോടിയാ. 3 കോടി. ചേച്ചി, എനിക്കൊരു ഐഡിയ. എന്ത് ഐഡിയ? പൂജാമുറി വെച്ചിരിക്കുന്ന ആ മാല അടിച്ചു മാറ്റിയിട്ട് നമുക്കിവിടുന്ന് മുങ്ങിയാലോ? ആ, അതുമായിട്ട് മുങ്ങിയ 3 കോടിയാ കൈവശം വന്നു ചേരുന്നേ. മാല വിറ്റ് കിട്ടുന്ന 3 കോടിയുമായിട്ട് നമുക്ക് എവിടെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാന്നേ. എടാ, നീ ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ. 100 കോടിയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കുമ്പോഴാ നീ 3 കോടി മോഷ്ടിക്കുന്ന കാര്യം പറയുന്നത്. എടാ, ബുദ്ധിയുള്ള ആരെങ്കിലും 100 കോടി വിട്ടിട്ട് 3 കോടിയുടെ പിന്നാലെ പോവോ? അല്ലേ ചേച്ചി, ഈ 100 കോടിയൊക്കെ എന്നാ കിട്ടുക? പ്രതാപ, ഇപ്പൊ നമ്മള് 3 കോടിയുടെ മാലയും മോഷ്ടിച്ച് ഇവിടെ നിന്ന് ഓടിപ്പോയാൽ നമുക്ക് കള്ളനും കള്ളിയും എന്നുള്ള പേരും കിട്ടും. ചിലപ്പോ അഴിക്കകത്താവുകയും ചെയ്യും. അതൊരു നഷ്ടക്കച്ചവടം അല്ലേ? കട്ടെടുക്കുമ്പോ അടപടലം കട്ടെടുക്കണം. അതുകൊണ്ട് നമുക്ക് ആദായം ഉണ്ടാവണം. എന്നേക്കുമായി രക്ഷപ്പെടണം. സ്വപ്ന തുല്യമായി ജീവിക്കണം. അല്ലാതെ മെനക്കെട്ട ഇടപാടിന് കച്ച മുറുക്കരുത്. ഓ, ആ മാല കണ്ടിട്ട് എന്റെ കൈ ചൊറിയേ ചേച്ചി. 3 കോടിയുടെ പൊന്ന് പളവളാന്ന് വെട്ടിത്തിളങ്ങുന്ന കാണുമ്പോ എങ്ങനെയാ ചേച്ചി അത് വേണ്ടെന്ന് വെക്കുന്നേ? മോനെ പ്രതാപ, ആ മാല കണ്ടിട്ട് നിനക്ക് തീരെ സഹിക്കുന്നില്ല അല്ലേ? ഇല്ല ചേച്ചി, അതല്ല ഞാൻ പറയുന്നേ. എങ്കിൽ എന്റെ മോനൊരു കാര്യം ചെയ്യ. പൂജാമുറിയിൽ പോയി ആ മണിചന്ദ്ര മല നീ അങ്ങ് പൊക്കിക്കൊണ്ടുവാ. അപ്പൊ നമ്മൾ ആ മാലയും കൊണ്ട് മുങ്ങാൻ പോകണം? അതും കൊണ്ട് മുങ്ങാനൊന്നും പോകുന്നില്ല. പിന്നെ നീ ആ മാല ഇങ്ങ് എടുത്തിട്ട് വാ. അത് വെച്ച് ഒരു കളി കളിക്കാനുണ്ട്. മനസ്സിലായില്ല. നീ പോയാ മാല എടുത്തിട്ട് വാ പ്രതാപ. ആ, ചെല്ല്, ചെല്ലടാ. മോളെ പല്ലവി, ആഹാ, ആളിന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. പതിവിലും കൂടുതൽ സൗന്ദര്യം. ആ, നീ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ നിന്നെ ഒരുക്കാവെന്ന് കരുതിയാ ഞാൻ വന്നത്. അപ്പോഴേക്കും നീ റെഡിയായി. അമ്മ ഒരുക്കാൻ വരുന്നതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എങ്കിൽ ഞാൻ ഒരുങ്ങാതെ അമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്നേനെ. ഞാൻ നിന്നെ ഒരുക്കുന്നത് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടാ? ആ, ഒരുക്കാനായില്ലെങ്കിലും ഞാൻ നിനക്ക് പൂ വെച്ചു തരാം. നീ പൂ വെച്ചില്ലല്ലോ. ഈ പൂവും കൂടി വെച്ചാലേ നീ തനി അപ്സരസ് ആയിരിക്കും. ആ, തിരിഞ്ഞു നിന്നേ മോളെ, ഞാൻ വെച്ചു തരാം. ആ, എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. ആ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ദേ, നാളെ നീ വിവാഹം കഴിച്ചു പോകുന്ന വീട്ടിലെ അമ്മായിയമ്മയും എന്ന് നിനക്ക് ഇതുപോലെ പൂ വെച്ച് തരും. നിങ്ങളാണല്ലോ എന്റെ അമ്മായിയമ്മ. അല്ല മോളെ, അയ്യോ, ഇത്രയും സുന്ദരിയായ നിനക്ക് സ്വർണ്ണാഭരണങ്ങളൊന്നും ഇല്ലല്ലോ. പെണ്ണിന്റെ ചന്തം കൂട്ടുന്നത് പൊന്നല്ലേ മോളെ? ദേ, അവിടെ ഓരോരുത്തരും പൊന്നണിഞ്ഞാ നിൽക്കുന്നത്. എല്ലാവരുടെ കഴുത്തിലും കയ്യിലും ഒക്കെ സ്വർണ്ണമുണ്ട്. അവർക്കിടയിലേക്ക് മോള് സ്വർണ്ണം ഇല്ലാതെ പോകുന്നത് ഒരു കുറച്ചിലല്ലേ? അത് സാരമില്ല. സ്വർണ്ണം ഇല്ലാതെ ഞാൻ എന്താ ചെയ്യാ? മോളെ, ഈ അമ്മ നിനക്കൊപ്പം ഉള്ളപ്പോ നീ എന്തിനാ വിഷമിക്കുന്നേ? നിനക്ക് വേണ്ട സ്വർണം ഞാൻ തരും. പ്രതാപം വരട്ടെ. പ്രതാപ,
ആ ഞാൻ എത്തിയേച്ചി. ആ പ്രതാപ അതിങ്ങ് കൊണ്ടുവന്നേ. ഇതില് നിനക്കുള്ള ആഭരണങ്ങളാ. പ്രതാപ അതൊന്ന് തുറന്നേ. ആ ആ പ്രതാപ ആ മാല ഇങ്ങെടുത്തേ. ഇതാണ് ചേച്ചി മണിചന്ദ്രമാല. ആ മോളെ ഇത് 3 കോടി രൂപ വിലയുള്ള മാലയാ. 3 കോടിയോ? അതെ 3 കോടി. ഇത് നീ കഴുത്തിലിട്ടോ. ഇത് നിനക്ക് നന്നായി ചേരും. അയ്യോ 3 കോടിയുടെ മാലയോ? എനിക്കിതൊന്നും വേണ്ട. അതെന്താ മോളെ വേണ്ടാത്തത്? 3 കോടി എന്ന് കേട്ടപ്പോ നീ പേടിച്ചു പോയോ? പല്ലവി നീ പേടിക്കുന്നത് എന്തിനാ? ഇത് നീ മോഷ്ടിച്ചെടുത്ത് കഴുത്തിലിട്ടൊന്നും അല്ലല്ലോ അല്ലേ? ഞാൻ മനസ്സറിഞ്ഞ് നിനക്ക് തരുന്നതല്ലേ. നീ ഇത് വേണ്ടാന്നൊന്നും പറയണ്ട. ആ അല്ലേലും വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഇത് നീ അണിഞ്ഞേ പറ്റും. അമ്മ ഇത് ഞാൻ നിന്റെ കഴുത്തിലിട്ട് തരാം. തിരിഞ്ഞ് ആ ആ ഇനി ഇതിട്ടോണ്ട് വേണം നീ താഴേക്ക് ചെല്ലാൻ. ഓക്കെ പ്രതാപ നമുക്ക് പോവാം. ആ കൊള്ളാല്ലേ? വാ. ഞങ്ങൾ റെഡി. ആദ്യം സാറിന്റെ ഫോട്ടോയാണോ അതോ മേഡത്തിന്റെ ഫോട്ടോയാണോ എടുക്കേണ്ടത്? അതിപ്പോ ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ, ആദ്യം പാർവതിയുടെ ഫോട്ടോ എടുത്താൽ മതി. ശരി, മേഡം ആ സെറ്റിലേക്ക് ഇരിക്കൂ. ചെല്ലേ.
പാർവതി മോളെ നിക്ക് നിക്ക്. എന്താ അച്ഛമ്മ, എന്തു പറ്റി? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. രാധികേ, നീ എന്താ മണിചന്ദ്രമാല എടുത്ത് പാർവതിക്ക് കൊടുക്കാത്തത്? അയ്യോ, പാർവതി അത് അണിഞ്ഞു വേണ്ടേ ഫോട്ടോയ്ക്ക് നിൽക്കാൻ? നമ്മളത് തീരുമാനിച്ചതല്ലേ. അയ്യോ, അബദ്ധം പറ്റിപ്പോയമ്മേ. ഈ തിരക്കിനിടയില് ഞാനതങ്ങ് മറന്നുപോയി. അത് മറക്കാൻ പാടുള്ളതാണോ? ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർപേഴ്സണാണ് പാർവതി ഇപ്പോൾ. പാർവതിയുടെ ഫോട്ടോ എടുക്കുമ്പോഴേ ആ മാല പാർവതിയുടെ കഴുത്തിൽ തന്നെ ഉണ്ടാവണം. രാധികേ, നീ വേഗം പൂജാമുറി ചെന്ന് ആ മാല എടുത്തിട്ട് വന്നേ. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാമേ.